പാർലമെന്ററി ബോഡിക്ക് നൽകി. നമ്മൾ പറഞ്ഞു ശാഖയിലെ പ്രവർത്തകർ പ്രശ്നത്തിലാണ്, നമുക്ക് ശാഖയിലെ പ്രവർത്തകരെ നേരിടാൻ സാധിക്കില്ല, ശാഖയിലെ നേതാക്കന്മാർക്ക് പ്രവർത്തകരെ നേരിടാൻ പ്രയാസമുണ്ട്, ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. നമ്മുടെ ശാഖ കമ്മിറ്റി കൂടി ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ പോയി കണ്ടു, ജില്ലാ പ്രസിഡന്റിനെ പോയി കണ്ടു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. ശാഖയിൽ പ്രശ്നമാണ്, ഒറ്റ പേരായിട്ടാണ് മുന്നോട്ട്, ശാഖയുടെ എതിർപ്പിനെ പരിഗണിച്ചിട്ടില്ല, അതുകൊണ്ട് ജില്ലാ കമ്മിറ്റിയെങ്കിലും നമ്മുടെ ശാഖയെ പരിഗണിക്കണം, നിങ്ങൾ ഇത് പാർലമെന്റ് ബോർഡ് മുമ്പാകെ വെക്കണം, ജില്ലാ കമ്മിറ്റിയെങ്കിലും നമ്മുടെ ശാഖയെ പരിഗണിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു, കോർപ്പറേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞു അതൊക്കെ ശരി തന്നെ, പക്ഷേ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വാരങ്കടവന് നിങ്ങൾ ആരംഭിക്കരുതേ എന്ന് പറഞ്ഞു. പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നേതാക്കന്മാരുടെ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമാണ്, പക്ഷേ അതിന്റെ പ്രശ്ന പരിഹാരത്തിന്റെ തുടക്കം ഇപ്രാവശ്യം വാരങ്കടന്ന് പറ്റൂല, വാരങ്കടവിന്റെ ഒരു ആവശ്യമുണ്ട്, അത് നിർവഹിച്ചു പറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞു. അതേ പറഞ്ഞു പരിഗണിക്കാം, കത്ത് വാങ്ങി നമ്മൾ തിരിച്ചു വന്നു. പിന്നെ നേതൃത്വം വിശ്വസിച്ചുകൊണ്ട് ഒരു ഇടപെടൽ നമ്മൾ നടത്തിയില്ല. കാരണം എന്താ, ജില്ലാ പ്രസിഡന്റ് മുന്നിലാണ് നമ്മൾ കത്തുള്ളത്, പരിഗണിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ശാഖാ നേതൃത്വത്തിനുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജ്ഞാപനമൊക്കെ വന്ന് അവസാന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ നാളെയോ മറ്റന്നാളോ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോ നമുക്കൊരു ന്യൂസ് വരികയാണ്, നമ്മുടെ വിഷയം ജില്ലാ പാർലമെന്ററി ബോർഡിന്റെ മുമ്പാകെ എത്തിയിട്ടില്ല. കല്ലായി സാഹിബാണ് അതിന് മുഖ്യ നേതാവ്, സ്റ്റേറ്റിന്റെ പ്രതിനിധി, സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി കല്ലായി സാഹിബാണ്. കല്ലായി സാഹിബിന്റെ മുമ്പാകെ നമ്മുടെ വിഷയേ ഇല്ല, അവിടെ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, ശാഖയുടെ എതിർപ്പ് പോലും പാർലമെന്ററി ബോർഡിന് മുമ്പാകെ ഇല്ല. എതിർപ്പ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് നേരിട്ട് കണ്ട് പ്രതിഷേധം അറിയിച്ചിട്ട് ഡാറ്റ വെച്ച് സംസാരിച്ചിട്ട് ആ ഒരു പ്രതിഷേധം പോലും ജില്ലാ പാർലമെന്ററി ബോർഡ് മുമ്പാകെ നമ്മുടെ നേതൃത്വം എത്തിച്ചില്ല. ആ സമയത്ത് രാത്രി ബഹുമാനപ്പെട്ട ജബ്ബാർ സാഹിബിന്റെ നേതൃത്വത്തില്, നൂറുദ്ദീൻ സാഹിബിന്റെ നേതൃത്വത്തിൽ പല ഭാഗത്തായി നിന്ന് രാത്രി ഏകദേശം 11:30 മണിക്ക് പുറപ്പെട്ടു കല്ലായി സാഹിബിന്റെ വീട്ടിലേക്ക്. ശാഖയുടെ ആവശ്യം പറഞ്ഞു, കല്ലായി സാഹിബ് ഈ വിഷയം നമ്മുടെ മുന്നിൽ എത്തിയിട്ടില്ല, നിങ്ങൾ ഇപ്പോൾ എത്തിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഒന്നുകൂടി ചേലേരി സാഹിബിനെ പോയി കാണണം, വിഷയങ്ങൾ അവതരിപ്പിക്കണം. ചേലേരി സാഹിബിനെ പോയിട്ട്, അപ്പോൾ ഡിവിഷൻ ലീഗിന് ആയിട്ടില്ല, തീരുമാനമായിട്ടില്ല പക്ഷേ ഡിവിഷൻ ലീഗിന് കിട്ടുമെന്നുള്ള ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട്, ലീഗിന് ഡിവിഷൻ കിട്ടുമെന്നുള്ള ധാരണയിലെത്തിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും പിറ്റേന്ന് രാവിലെ വീണ്ടും കല്ലായി സാഹിബിനെ പോയി കണ്ടു. കല്ലായി സാഹിബിനോട് പറഞ്ഞു, നിങ്ങളെ മുന്നിൽ നമ്മളൊരു പ്രതിഷേധം അറിയിച്ചിട്ടില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് പാർലമെന്റ് ബോർഡ് മുമ്പാകെ വെച്ചില്ല? ചേലേരി സാഹിബിനോട് നിങ്ങൾ എന്തുകൊണ്ട് പാർലമെന്റ് ബോർഡ് മുമ്പാകെ വെച്ചില്ല എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഡിവിഷൻ കിട്ടിയാലല്ലേ ബാക്കി ചർച്ച, ഡിവിഷൻ കിട്ടിയാലല്ലേ ബാക്കി, ഡിവിഷൻ ഇതുവരെ തീരുമാനമായിട്ടില്ല, തീരുമാനമാവട്ടെ. നമ്മൾ അതും പ്രതീക്ഷിച്ചു, അതും വിശ്വസിച്ചു, ശരിയാണ്, ഡിവിഷൻ കിട്ടിയിട്ടില്ല, ഡിവിഷൻ ലീഗിന് കിട്ടിയിട്ടില്ലേ ബാക്കിയുള്ള പ്രതിഷേധമൊക്കെ അറിയിക്കേണ്ടത്. നമ്മൾ അദ്ദേഹത്തെ വിശ്വസിച്ചു, അദ്ദേഹം സമർപ്പിക്കുമായിരിക്കും. നമ്മൾ തിരിച്ചു വന്നു. പിന്നീടാണ് അറിയുന്നത് ഡിവിഷൻ കിട്ടി. അതില് നമ്മുടെ നേതൃത്വം വല്ലാതെ പ്രൊപ്പഗണ്ട എന്താക്കിയിട്ടുണ്ട്, പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഡിവിഷൻ തന്നത്, കോൺഗ്രസ് ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഡിവിഷൻ തന്നത് എന്നുള്ള കള്ളപ്രചരണം നമ്മുടെ ശാഖയിലെ പ്രവർത്തകർക്കിടയിൽ, ഡിവിഷനിലെ പ്രവർത്തകർക്കിടയിലും ഉണ്ടാക്കി. കോൺഗ്രസ് നേതൃത്വമായി നമ്മൾ അവിടെ വിട്ടു. കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിച്ചു, നിങ്ങൾ സീറ്റ് കൊടുത്തതായിരിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്ന, ഡിവിഷൻ UDFന്റെ മീറ്റിംഗിൽ ഒരാൾക്ക് വേണ്ടി സീറ്റ് കൊടുക്കുന്ന ചർച്ചയില്ല. 15ാം ഡിവിഷൻ ലീഗിനാണ് തന്നത്, ലീഗാണ് എന്നെ തീരുമാനിക്കേണ്ടത് ആരെ സ്ഥാനാർത്ഥിയായി വെക്കണം, അത് നിങ്ങളുടെ തീരുമാനമാണ് പറഞ്ഞത്. അങ്ങനെ ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു മിൻസോ ഒരു തീരുമാനങ്ങളോ UDFന്റെ മീറ്റിംഗിലില്ല. 15 എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, നമ്മൾ സംസാരിച്ചപ്പോ ഈ കോൺഗ്രസിന്റെ നേതൃത്വം നമ്മളോട്